ഹലോ, വെൽക്കം ടു റൂഡൂസ് ഫാമിലി വ്ളോഗ്സ്. ഓക്കെ, ചെറിയൊരു വ്ളോഗ് രീതിയിലാണ് കേട്ടോ. കാരണം വെക്കേഷന് ഒരു 4 days ചാലക്കുടിക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് കൊള്ളിയും കുറച്ച് തിങ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വേഗം ചിപ്സ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ അത്രേ ഉള്ളൂ കേട്ടോ. കാരണം ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ, കൈയോടക്കനെ ചെയ്തില്ലെങ്കിൽ ഇത് അവിടെ ഇരിക്കും, പിന്നെ അത് ചീത്തയായിപ്പോവും. വീട്ടിൽ അച്ചാച്ചൻ തൊടിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് വേസ്റ്റൊക്കെ കളഞ്ഞ മനസ്സിനും അത് പിടിക്കത്തില്ല. അപ്പോൾ വേഗം ഒന്ന് ചിപ്സൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു. ഇന്നിപ്പോൾ 29 ആയില്ലേ. ജൂൺ ജനുവരി 5 സ്കൂൾ തുറക്കും. ഞങ്ങൾക്ക് അതിന് മുമ്പേ സ്കൂളിൽ പോകണം. അപ്പോൾ പിന്നെ കുറേ വർക്കുകളുണ്ട്, ചെയ്യേണ്ട കാര്യം നമ്മൾ വേഗം വേഗം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ വലിയ യുദ്ധത്തിലാണ് കേട്ടോ. അതാണ് ഇവിടെ ഇത് കറുത്താവേ. പിന്നെ എല്ലാവരെയും ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനൊക്കെ അടിച്ചു പൊളിച്ചിട്ടോ. പിള്ളേർക്കും ലീവായ കാരണം വീട് നല്ല പ്ലേ ഗ്രൗണ്ടാണ്, കുഴപ്പമില്ല. എൻ്റെ നേറ്റീവ് പ്ലേസ് ഒക്കെ വന്നിട്ട് ചാലക്കുടി കൂടപ്പുഴയിലാണ്. കല്യാണം കഴിച്ച ആദ്യം ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. കാരണം ഹസ്ബൻഡ് ബ്രോട്ടപ്പ് ഒക്കെ ചെന്നൈയിലായിരുന്നു. പിന്നെ ആൾക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ തിരിച്ച് ഞങ്ങൾ കോയമ്പത്തൂർ വന്നു. പിന്നെ പാലക്കാട് ഞങ്ങൾ സെറ്റിലായി. അപ്പോൾ എപ്പോഴും വീട്ടിലേക്ക് പോക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ ജോലി ആയതിനു ശേഷം തീരെയില്ല. ഏതെങ്കിലും മുടക്കം അങ്ങനെ കിട്ടിയാൽ മാത്രം സമ്മർ വെക്കേഷനോ ക്രിസ്മസ് വെക്കേഷനോ അങ്ങനെയൊക്കെ. ഓണം മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാറ്, വീട്ടിലേക്ക് അങ്ങനെ പോകാറില്ല. അപ്പോൾ ഇന്ന് പോയി വന്നപ്പോൾ കുറേ ചക്കയല്ല കേട്ടോ, എന്താ ഇരുമ്പമ്പുളി, കൊള്ളി, പഴം, കാച്ചില്, ലൂപിക്ക. നമുക്ക് നമ്മുടെ ഇവിടെ കിട്ടിയെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതൊന്ന് പ്രിപ്പയർ ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു രസമല്ലേ. കല്യാണം കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയി വരുമ്പോൾ ലോഡ് സാധനങ്ങളായിരിക്കും നമുക്കിവിടെ ഉണ്ടാവും. എന്നാലും അത് കൊണ്ടുവരുമ്പോൾ നമുക്കും ഒരു സന്തോഷം. വീട്ടിൽ നിന്ന് പിന്നെ ഇവിടെ അയൽവക്കത്തേക്കൊക്കെ കൊടുക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു എന്തൊരു സംഭവമാണല്ലോ. അതാണ് എനിക്ക്. അങ്ങനെ ഇതിപ്പോൾ വെള്ളം തിളച്ചിട്ട് വേണം ഇത് അതിനകത്തേക്ക് കൊട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വേഗം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. 2-3 വട്ടം അലസി കളഞ്ഞോട്ടത്. അമ്മ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് 2 തള അതിന് മേലെ തിളച്ചിട്ട് ഇതാക്കരുത്, വെന്ത് കുഴക്കരുത് എന്നൊക്കെ. എന്താണ് തിളയ്ക്കാൻ പറഞ്ഞു. ഇതിനൊക്കെ ഓരോന്ന് അതിനകത്ത് ഇട്ട് കൊടുക്കാം. തിളച്ചു. ഇനി ഇതൊന്ന് വാർത്തിട്ട് മറ്റോണം വാർത്ത ഞാൻ എൻ്റെ കയ്യിൽ തെക്കി നേരത്തെ ചെറുതായിട്ട് പൊള്ളി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുക്കും. ഫിനിഷ്ഡ്, കഴിഞ്ഞു. ഒരു പിടി കൂടി ഉണ്ട്. ഇതൊന്ന് ചൂട് ആറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് സ്ലൈസിങ്, ദാറ്റ്സ് ഓക്കെ. നമ്മുടെ 1 മില്യൺ വ്യൂസ് കിട്ടിയ നമ്മുടെ ഷോർട്സിൽ ഞാൻ എൻ്റെ ഈ ബ്രേസ്ലെറ്റ് ഊരിട്ട് ഇപ്പുറത്തേക്കാണ്. ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പറയണം കേട്ടോ, ഞാൻ മറന്നുപോയി അത് പറയാൻ. ഒരു കയ്യിൽ എന്തായാലും നമുക്ക് സ്കൂളിലല്ലേ നമ്മൾ എന്ത് ജോലി ചെയ്യാലും വെറുതെ എന്തോ നമുക്കൊരു വാച്ച് വേണം. അപ്പോൾ ആക്ച്വലി വാച്ച് കയ്യിൽ ഒന്നിൽ ഇതിനകത്ത് വാച്ച് കിട്ടും, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും മാറി ആ നേരത്ത് ഒന്ന് ഹരിബറിയിലായിരുന്നു. അപ്പം ഞാൻ ആ വേഗം ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോവായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കമൻറ്റിലാണ് എല്ലാവരും എന്തിനു ഈ കയ്യിൽ ഊരിയിട്ട് തിരിച്ച് അതിനകത്ത് തന്നെ ഇടുന്നത്, അപ്പം അതിലെല്ലാം ഇരുന്നവർ അങ്ങനെ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് കുറച്ച് ഇത് മെസ്സേജസ് കണ്ട്. അപ്പോഴാണ് ശരിയല്ല, ഞാനല്ലേ ലോജിക്കില്ലാണ്ട് ഇത് വീഡിയോ അത് ക്രിയേറ്റ് ചെയ്തത്. ആക്ച്വലി ഒരു കയ്യിൽ വാച്ചും ഒരു കയ്യിൽ വള അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ അതിനുശേഷം സ്കൂളിൽ പോകുമ്പോൾ മക്കൾക്ക് സ്കൂളിലെ എല്ലാ മക്കൾക്കും കേട്ടോ, ഓൾമോസ്റ്റ് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഡേ കെയർ തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെയാണുള്ളത്.
അവിടെ ഞാൻ മാത്സ് എടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ക്ലാസ് ടീച്ചറും കൂടിയിട്ടാണ്. അപ്പോൾ മക്കളെ ഒക്കെ കൂടി വരുമ്പോൾ തന്നെ ഞാൻ പുതിയ ഇയറിങ്സ് ഏതാണ്, ബാംഗിൾസ് ഏതാണ്, റിങ്സ് എല്ലാം എ ടു സെഡ് വരെ അവർ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും നമ്മളെ. അപ്പോൾ എന്നിട്ട് ടീച്ചർ നാളെ വളയിടുമോ, എനിക്കിടാം, ഇവൻ ഓക്കെ നിങ്ങളെടുത്ത് ഏത് കളറാന്ന് പറഞ്ഞു. സാരിയുടെ കളർ അടക്കം പറിച്ചാല, സാരി കളറൊന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ എവിടെയെങ്കിലും പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ടൊക്കെ പോകും. അപ്പോൾ അവരുടെ ആ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എത്ര നാൾ നമ്മളവിടെ പഠിപ്പിക്കണം, അത്രയും നാൾ ആ കുട്ടികളുടെ ആഗ്രഹം. അത് പിന്നെ എല്ലാ മക്കളും നന്നായി പഠിക്കും. നമ്മൾ പറഞ്ഞു കൊടുത്താലും ഇപ്പോൾ കുറച്ച് പുറകിലായി കുറച്ച് ബാക്ക്വേർഡായ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അവന്മാർ പഠിക്കും. അപ്പം അതിൽ അവർക്ക് ആൻസറൊക്കെ പറയുമ്പോഴല്ലോ ഭയങ്കര സന്തോഷം. അപ്പം എന്തായാലും കുഴപ്പമില്ല, അവർ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ മക്കൾ പറയുള്ളൂ. അപ്പം ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാവുന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതൊക്കെ ഒരു സന്തോഷം. കാരണം ആക്ച്വലി ഞാൻ ഡിപ്ലോമ കഴിഞ്ഞത് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷനിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈക്കണിൽ കുറച്ച് അതിൻ്റെതായ PCBയിലൊക്കെ വർക്ക് ചെയ്തു. പിന്നെ ആഫ്റ്റർ മാരേജ്, പിന്നെ മക്കള്, പിന്നെ ചെന്നൈയിൽ പോയപ്പോഴും എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുമ്പോഴും ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ കിട്ടിയപ്പോഴും ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ ഏതാ ചൂസ് ചെയ്യാം, ജോലി വേണ്ടാന്നല്ലോ. അപ്പം അതുപോലെ ഞാനും വെച്ചു. പിന്നെ രണ്ടാമത്തെ ആളായപ്പോഴും പ്രഗ്നന്റ് ആയ ടൈമിൽ തന്നെയായിരുന്നു മറ്റേ പോലീസ് PSC എഴുതിയിട്ട് അതിൽ വന്നത്. അപ്പോൾ ആ രണ്ടും ഇതായി. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാം, ആ ഒരു ലെവലെത്തി. അവരെ പഠിപ്പിച്ച് വലുതാക്കാം, നമ്മുടെ ആഗ്രഹമൊക്കെ ഇനി അവിടെ കിടക്കട്ടെ, ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. പക്ഷെ ഒരു 2 years ബിഫോർ മറ്റേ മോണ്ടിസോറി കോഴ്സിനെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ മോണ്ടിസോറി ചെയ്തത്. അങ്ങനെ മോണ്ടിസോറി നല്ല മാർക്കോടെ ഓൺലൈനായിട്ട് തന്നെയായിരുന്നു കേട്ടോ, അത് പാസ്സായി. പിന്നെ കോഴ്സ് കഴിഞ്ഞൊക്കെ മുമ്പ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ഈ സ്കൂളിൽ ഞാൻ വന്നത്. അപ്പോൾ ഞാൻ KG സെക്ഷനായിട്ടാണ് വന്നത്. പക്ഷെ അവർ നമ്മളെ LPയിലേക്ക് ഇട്ടു. കാരണം മോണ്ടിസോറി 4th സ്റ്റാൻഡേർഡ് വരെ നമുക്ക് പഠിപ്പിക്കാം. അപ്പം അങ്ങനെയാണ് ഒരു ടീച്ചർ എന്നൊരു ഇതിലേക്ക്. അപ്പം ഇത്രയും നാളത്തെ ഒരു ആഗ്രഹം പെട്ടെന്ന് കിട്ടുമ്പോൾ എന്നോട് പാരൻസും ചോദിക്കും, ടീച്ചർ കുട്ടികൾ പറയണത് കേൾക്കുള്ളൂ അല്ലേ? ഞാൻ അങ്ങനെയല്ല, അതെന്താ പറയുക, അത് കുഞ്ഞിലെ ടീച്ചിങ് എന്ന ഫീൽഡ് എനിക്കിഷ്ടം. ഞാൻ ഒരു ലെക്ചർ ആവണം, ഡിപ്ലോമ കഴിഞ്ഞിട്ട് BTech MTech ആ ഒരു കാറ്റഗറി മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. പിന്നെ അതും ടീച്ചർ ഇതും ടീച്ചർ, പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ നിൽക്കും. അങ്ങനെയൊക്കെ പോകണം. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ട്യൂഷൻ സെൻറ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ പുസ്തകമില്ലാത്തൊരു ലോകം എനിക്ക് മെയിനായിട്ടില്ല, അങ്ങനെ വേണമെങ്കിലും പറയാട്ടോ. ഇപ്പം പറയുമ്പോൾ അത് വേറെ ഒന്നുമില്ല, ഈ സംഭവം അന്ന് ഇതായിരുന്നു. പക്ഷെ അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു മടി, ചെറുതായിട്ട് എനിക്ക് ചമ്മലൊക്കെ ഉണ്ട് ക്യാമറ മുമ്പിൽ എന്തിട്ടാ പറയാ. പിന്നെ ഇപ്പം രണ്ടും കൽപ്പിച്ച് ചെയ്യാം, നമ്മളല്ലേ, വീഡിയോസ് ആകുമ്പോൾ അതേ ആൾക്കാർ കാണില്ലല്ലോ എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് ഈ കൊള്ളി മാത്രമല്ല കേട്ടോ, എന്ത് വെജിറ്റബിൾസ് ആണെങ്കിൽ മുട്ടിയിൽ വെച്ചിട്ട് അരിയ, അതൊന്നും എനിക്ക് അധികം അറിയത്തില്ല സംഭവം. കാരണം അറിയാത്ത പണിക്ക് പോകാറില്ല. കയ്യിൽ ഇതിങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ, സ്ലൈസായിട്ട് അരി. അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടില്ല കുറച്ച്. നാളെ എനിക്ക് എക്സാം ഉണ്ട് കോയമ്പത്തൂർ റെയിൽവേയുടെ. പക്ഷെ ഒന്നും പഠിച്ചിട്ടില്ല. അത് കാരണം വലിയതായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല പഠിക്കാണ്ട് പരീക്ഷയ്ക്കായിട്ട്. എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടിയിട്ട് വരുന്നു. കോയമ്പത്തൂരാണ്, ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പം തന്നെ ഉപ്പ് വെള്ളം കേട്ടോ. എനിക്ക് ഒച്ച ഭയങ്കര ഇഷ്ടം. ഗുളു വെച്ചില്ലേ, സൂപ്പർ അല്ലത്. ഒച്ചയായിട്ട് ഒരാള് ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പറയും, നോക്കി പറയും. ക്രിസ്പി ആയിട്ടില്ലേ? ഉപ്പ് കുറച്ചും കൂടി വേണം തോന്നുന്നല്ലോ, മതിയാ? റൂഡി എവിടെ? റൂഡിയേ, സത്യ ഗേറ്റ് പോയി ക്ലോസ് ചെയ്തിട്ട് വന്നേ. ക്ലിക്ക് നശിണ്ട് കേട്ടാ.
വറുത്ത് കുറച്ചൊക്കെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ലാസ്റ്റ് വന്നപ്പോൾ ഇനിയും കുറച്ചും കൂടി വറക്കാനുണ്ട്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ അച്ചാച്ചനും അമ്മയും അമ്മമ്മയൊക്കെ തൊടിയിൽ പോയിട്ട് സാധനങ്ങളിങ്ങനെ കാച്ചിലൊക്കെ കളയ്ക്കണത്, പിന്നെ കൊള്ളി പറിക്കുക, അതൊക്കെ കൊണ്ട് ചെയ്തപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്യാട്ടെ. അപ്പം എപ്പോഴും വെച്ചാൽ എപ്പോഴാണ് വീട്ടിൽ പോകുന്നത് അപ്പോൾ ഇതേ സാധനങ്ങളൊക്കെ എപ്പോഴും അവർ വെക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കും. ഒരു ഇടയ്ക്കൊക്കെ വയ്ക്കുമ്പോൾ കാണുമ്പോൾ ഒരു സങ്കടം എന്തോ എടുത്തേക്ക് അത് ഇതിനകത്ത് ലാസ്റ്റ് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ കലാപരിപാടി കഴിഞ്ഞു കേട്ടോ, സംഭവം കഴിഞ്ഞു. ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് റൗണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ. അത് പൊട്ടി അത് തുമ്പ പോയി ഉണ്ട് ഇരുമ്പാമ്പുളി ഇതാ മേലെ ഉണ്ട്. അച്ഛൻ ഇല്ല, അച്ഛനമ്മയും 6-ാം തീയതി എത്തില്ലേ, അവർക്ക് ഇഷ്ടമായിരിക്കും. ചെറിയൊരു പീസ് മതി കേട്ടാ. കള കാണിച്ചെടുക്കണം.